റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. കുടിയേറ്റ നിയന്ത്രണത്തിന്റെ ഭാഗമായുള്ള പുതിയ നയങ്ങൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ഒഴുക്ക് നിലച്ചതോടെ പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞ് UK യൂണിവേഴ്സിറ്റികൾ. പിടിച്ചു നിൽക്കാനായി നൂറുകണക്കിന് ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കുകയാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ 2 മുൻനിര യൂണിവേഴ്സിറ്റികളാണ് തൊഴിലുകൾ വെട്ടിനിർത്തുന്നത്. 400 തൊഴിലവസരങ്ങൾ വെട്ടിക്കുറയ്ക്കുമെന്ന് കാർഡിഫ് യൂണിവേഴ്സിറ്റി വ്യക്തമാക്കുന്നു. എന്നാൽ ഇതിനൊപ്പം ഏതാനും ഡിഗ്രി പ്രോഗ്രാമുകളും യൂണിവേഴ്സിറ്റി അവസാനിപ്പിക്കുകയാണ് എന്നും അവർ പറയുന്നു. കാർഡിഫ് യൂണിവേഴ്സിറ്റി നഴ്സിംഗ് കോഴ്സ് ഉൾപ്പെടെയാണ് നിർത്തലാക്കുന്നത് എന്നാണ് വിവരം. കൂടാതെ ഹിസ്റ്ററി, മോഡേൺ ലാംഗ്വേജ് ആൻഡ് ട്രാൻസ്ലേഷൻ, മ്യൂസിക്, റിലീജിയൻ ആൻഡ് തിയോളജി കോഴ്സുകൾ ഇനി ഉണ്ടാകില്ല എന്നും അറിയിപ്പ്. 7% തൊഴിൽശേഷി കുറയ്ക്കാനാണ് യൂണിവേഴ്സിറ്റി ഉദ്ദേശിക്കുന്നത്. വേണ്ടിവന്നാൽ നിർബന്ധിത വിരമിക്കൽ പദ്ധതി ഉൾപ്പെടെ നടപ്പിലാക്കുമെന്നും യൂണിവേഴ്സിറ്റികൾ ചൂണ്ടിക്കാട്ടുന്നു. ഡുർഹാം യൂണിവേഴ്സിറ്റി 200 പ്രൊഫഷണൽ സർവീസ് ജീവനക്കാരെയാണ് ചുരുക്കുന്നത്. 300 ജോലിക്കാരെ കുറയ്ക്കുമെന്ന് ന്യൂകാസിൽ യൂണിവേഴ്സിറ്റി പ്രഖ്യാപിച്ച് ഒരാഴ്ച തികയുന്നതിന് മുൻപാണ് 2 റസൽ ഗ്രൂപ്പ് യൂണിവേഴ്സിറ്റികൾ ഈ പ്രഖ്യാപനം നടത്തുന്നത്. അടുത്തിടെ ഫീസ് വർദ്ധിപ്പിച്ചെങ്കിലും പിടിച്ചു നിൽക്കാൻ മറ്റ് വഴികളില്ലാതെ വന്നതോടെയാണ് പ്രമുഖ സ്ഥാപനങ്ങൾ ഈ വഴി തിരഞ്ഞെടുക്കുന്നത്. കാർഡിഫ് യൂണിവേഴ്സിറ്റി നഴ്സിംഗ് കോഴ്സ് ഉൾപ്പെടെയാണ് നിർത്തലാക്കുന്നത് എന്നാണ് പുതിയ വിവരം. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷനുകൾ ഇടിഞ്ഞതും സാമ്പത്തിക സമ്മർദ്ദം രൂക്ഷമായതും പ്രതിസന്ധിയായതോടെയാണ് ഈ തീരുമാനത്തിലേക്ക് യൂണിവേഴ്സിറ്റികളെ എത്താൻ പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ വർഷം ഇംഗ്ലണ്ടിലെ NHSൽ 0.5% രോഗികൾക്കും ലഭിച്ചത് മോശം പരിചരണമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. എന്നാൽ 10 രോഗികൾ മാത്രമാണ് ഇതേക്കുറിച്ച് പരാതിപ്പെടാൻ തയ്യാറായതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പരാതിപ്പെട്ട രോഗികൾക്കാകട്ടെ തൃപ്തികരമായ പരിഹാരം ലഭിച്ചതുമില്ല എന്നാണ് മാധ്യമങ്ങളുടെ വാർത്ത. പരാതികൾ പരിഹരിക്കാൻ മാസങ്ങൾ വേണ്ടിവരുന്നതും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പരാതികൾ കൈകാര്യം ചെയ്യുന്ന ഹെൽത്ത് സർവീസിന്റെ രീതികളിൽ പൊതുജനങ്ങൾക്ക് വിശ്വാസക്കുറവുണ്ടെന്നും വ്യക്തമാണ്. പരാതികൾ സേവനം മെച്ചപ്പെടുത്താനുള്ള വഴിയായി NHS ഉപയോഗിക്കുന്നതിനും തെളിവില്ലെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പരാതികളെ കാര്യമായി കാണാൻ തയ്യാറാകാത്ത NHS രോഗികളുടെ ആശങ്കകളെ കേൾക്കാനും പഠിക്കാനും തയ്യാറായി കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് ജനങ്ങൾ പറയുന്നു. ഔദ്യോഗിക വിഭാഗങ്ങളും അന്വേഷണ സംഘങ്ങളും ഉന്നയിച്ച ആശങ്കകൾ പോലും NHS കൃത്യമായി പ്രതികരിക്കുന്നില്ലെന്ന് പരാതിയുണ്ട്. ഇത് വീഴ്ചകളുടെ പരമ്പര തുടരാൻ ഇടയാക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിവാഹ വീഡിയോ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 200-ലധികം പേരെ വഞ്ചിച്ച യുവതി അറസ്റ്റിൽ. യുവതിയുടെ വീഡിയോഗ്രഫി സേവനങ്ങൾക്കായി മുൻകൂർ പണം നൽകിയ പല ദമ്പതികളും പരാതിയുമായി രംഗത്തെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ്. കെന്റിൽ നിന്നുള്ള 34-കാരിയായ യുവതിക്കെതിരെ തട്ടിപ്പ്, മോഷണം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. മുൻകൂർ പണം സ്വീകരിച്ച ശേഷം വിവാഹ ദിനത്തിൽ വീഡിയോഗ്രഫി സേവനം നൽകാൻ സാധിക്കില്ലെന്ന് പലരോടും യുവതി അറിയിച്ചു. ചില ദമ്പതികൾക്ക് വീഡിയോ ലഭിക്കുന്നതിനായി 3 വർഷത്തോളം കാത്തിരിക്കേണ്ടിയും വന്നു. വിവാഹ ദിനത്തിൽ 1 ദിവസം നീളുന്ന വീഡിയോ ചിത്രീകരണത്തിന് അവരെ ചുമതലപ്പെടുത്തിയിരുന്നു. 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതിനായി പണം മുൻകൂറായി നൽകി. സമൂഹമാധ്യമത്തിൽ ഇവർ തട്ടിപ്പ് നടത്തുന്നതായി പല ആരോപണങ്ങളും കണ്ടു. അത് വിശ്വസിക്കാൻ ഞാൻ തയ്യാറായില്ല. അവരെ ബന്ധപ്പെട്ടപ്പോൾ ജൂലൈ 6 വരുമെന്ന് ഉറപ്പ് നൽകിയതായി ഒരു കസ്റ്റമർ വ്യക്തമാക്കുന്നു. ഇതുപോലെ ഒരുപാട് പരാതികളാണ് ഈ യുവതിയുമായി ബന്ധപ്പെട്ട് UK പോലീസിന് ലഭിച്ചത്. ഇനി നാട്ടിലെ വാർത്തകൾ. സംസ്ഥാനത്തെ പ്രധാന വികസന പദ്ധതികൾക്കുള്ള ഫണ്ടിനായി ഫെബ്രുവരി 1 കേന്ദ്ര ബഡ്ജറ്റിനെ കാത്തിരിക്കുകയാണ് കേരളം. വയനാട്ടിലെ പുനരധിവാസം, വിഴിഞ്ഞം പദ്ധതി തുടങ്ങിയവയ്ക്ക് കേന്ദ്രത്തിന്റെ പിന്തുണ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ. കേന്ദ്ര ബഡ്ജറ്റിൽ സംസ്ഥാനത്തിനുള്ള ഫണ്ട് വകയിരുത്തലുകളെ ആശ്രയിച്ചായിരിക്കും ഫെബ്രുവരി 7 അവതരിപ്പിക്കുന്ന സംസ്ഥാന ബഡ്ജറ്റിലെ സാമ്പത്തിക പരിഗണനകൾ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ പാലിക്കുന്നതിൽ സർക്കാർ പിന്നോട്ടു പോകുന്നില്ലെന്ന് ധനമന്ത്രി ഉറപ്പിച്ചു പറയുന്നു. സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടനയെ ഉത്തേജിപ്പിക്കുന്നതിനും സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ നടപ്പാക്കുന്നതിനുമായിരിക്കും സംസ്ഥാന ബഡ്ജറ്റിൽ മുൻഗണനയെന്ന് KN ബാലഗോപാൽ മാധ്യമങ്ങളോട് സംസാരിച്ചു. നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ പ്രതി ചെന്താമര പോലീസ് പിടിയിൽ. പോത്തുണ്ടിയിൽ നിന്നുമാണ് ഇയാൾ പിടിയിലായത്. പ്രദേശത്ത് പോലീസും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തി വരികയായിരുന്നു. പിടിയിലായ പ്രതിയെ വിഷം കഴിച്ചിട്ടുണ്ടെന്ന സംശയത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോത്തുണ്ടി മലയിലെ ഒളിവ് സങ്കേതത്തിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് പോലീസിന്റെ വലയിൽ അകപ്പെട്ടത് എന്ന വിവരം പുറത്തുവരുന്നു. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് തിരച്ചിൽ അവസാനിപ്പിക്കുന്നതായി അറിയിച്ച് പോലീസ് പരസ്യമായി തിരച്ചിലിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു. എന്നാൽ പോത്തുണ്ടി മലയിൽ നിന്നും പുറത്തേക്ക് വരുന്ന 3 വഴികളിലായി മഫ്തിയിൽ പോലീസുകാർ കാത്തുനിന്നു. പോലീസ് ഒരുക്കിയ ഈ കെണിയിലേക്കാണ് ചെന്താമര വന്നു കയറിയത്. തിരച്ചിൽ അവസാനിപ്പിച്ചെന്ന് കരുതി വീട്ടിലേക്ക് വരികയായിരുന്ന പ്രതിയെ ഒളിച്ചിരുന്ന പോലീസുകാർ പിടികൂടുകയായിരുന്നു. പ്രതി പിടിയിലായ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റാനാണ് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചത്. 36 മണിക്കൂറിലേറെ നീണ്ട തിരച്ചിലിനൊടുവിലാണ് പ്രതി പിടിയിലായത്. തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെയാണ് പോത്തുണ്ടി സ്വദേശികളായ സുധാകരനെയും അമ്മ മീനാക്ഷിയെയും അയൽവാസിയായ ചെന്താമര കൊലപ്പെടുത്തിയത്. സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ കഴിയുകയായിരുന്ന പ്രതി പരോളിലിറങ്ങിയ സമയത്താണ് ഇരട്ടക്കൊലപാതകം നടത്തിയത്. ഇനി സ്പോർട്സ് വാർത്തകൾ. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് പോരാട്ടത്തിൽ ജംഷഡ്പൂർ FC പഞ്ചാബ് FCയെ 2-1 പരാജയപ്പെടുത്തി. ഈ വിജയത്തോടെ 17 മത്സരങ്ങളിൽ നിന്ന് 31 പോയിന്റുമായി ജംഷഡ്പൂർ പട്ടികയിൽ 3-ാം സ്ഥാനത്തെത്തി. 2-ാം സ്ഥാനത്തുള്ള FC ഗോവയേക്കാൾ 2 പോയിന്റ് മാത്രം പിന്നിലാണ് ഇവർ ഇപ്പോൾ. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്.
107.81 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.